നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മുടെ ഇസ്ലാമിന്റെ, നമ്മുടെ ഈമാനിന്റെ ഘനമെത്രയുണ്ട് എന്ന് നമ്മൾ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുക. അതിലേക്ക് വെളിച്ചം നൽകാൻ ചില തെളിവുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഇടയ്ക്കിടെ ഓതിക്കേൾപ്പിക്കാറുണ്ടായിരുന്ന സൂറത്തുൽ ജാസിയയിലെ ആയത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ മഹത്തായ ആയത്ത്, ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെ ഇതാ ഏറ്റവും സുവ്യക്തമായ, മനോഹരമായ, സ്പഷ്ടമായ, വ്യക്തമായ, രാത്രിപോലും പകലിനോളം ശുഭ്രപ്രഭ വിതറുന്ന മഹത്തായ ദീനിന്റെ ശരീഅത്തിൽ താങ്കളെ നാം നിശ്ചയിച്ചിരിക്കുന്നു, താങ്കളെ നാം അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നു, താങ്കളെ അതിലേക്ക് ക്ഷണിക്കുന്ന റസൂലായി നാം നിയുക്തനാക്കിയിരിക്കുന്നു. ഫത്തബിഅഹാ, അതുകൊണ്ട് ആ ദീനിനെ, ആ മഹത്തായ ശരീഅത്തിനെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ താങ്കൾ പിൻപറ്റുക. വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, അതറിയാത്ത, അതിന്റെ രുചി അനുഭവിക്കാത്ത, അതിന്റെ മനോഹാരിത അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഹതഭാഗ്യരായ തോന്നിവാസികളായ തന്നിഷ്ടക്കാരെ താങ്കൾ പിൻപറ്റരുത് റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ മഹത്തായ ദീൻ, നമുക്ക് അഭിമാനമായ ദീൻ, നമ്മുടെ സിരകളിലൂടെ ഓടുന്ന രക്തത്തെക്കാൾ അമൂല്യമായ ദീൻ, നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ജീവനേക്കാൾ നമുക്ക് വിലപിടിപ്പുള്ള ദീൻ അൽ ഇസ്ലാം, ദീനുല്ലാഹിൽ വാഹിദ്, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ ഒരേയൊരു മതം, ഒരേയൊരു ദീൻ. ആ ദീൻ വിട്ട് അന്യരുടെ പ്രത്യയശാസ്ത്രങ്ങളിലേക്ക്, അവർ പടച്ചുണ്ടാക്കിയ മതചര്യകളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക്, ആചാരങ്ങളിലേക്ക് നമ്മുടെ ഖൽബ് വഴിമാറിപ്പോകുന്നുവെങ്കിൽ നാം പരിശോധിക്കുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുക പറഞ്ഞു, ഇസ്ലാമിന്റെ ശരീഅത്തിൽ എന്താണോ ഒരാൾക്ക് ആചരിക്കാനും അനുഷ്ഠിക്കാനുമുള്ളത് അതുമാത്രം പിൻപറ്റണം, അതിനുള്ളതെല്ലാം, അതിനെതിരെയുള്ളതെല്ലാം വെടിയണം, അത് തോന്നിവാസമാണ് എന്നതിന് ഈ ആയത്തെമ്പാടും തെളിവാണ്. സഹോദരങ്ങളെ, രണ്ടാമതായി ഞാൻ കേൾപ്പിക്കട്ടെ, സൂറത്തുൽ ബഖറയിലെ 145 ആയത്ത്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, വലഇൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് അറിവ് വന്നെത്തിയതിനു ശേഷം, താങ്കൾക്ക് വഹി വന്നെത്തിയതിനു ശേഷം, താങ്കൾക്ക് ഇസ്ലാമിന്റെ വിജ്ഞാനം വന്നെത്തിയതിനു ശേഷം, ഇന്നത് പാടില്ല, ഇന്നതേ പാടൂ, ഇന്നത് ഹറാം, ഇന്നത് ഹലാൽ എന്ന ഇസ്ലാമിന്റെ വിജ്ഞാനം താങ്കൾക്ക് വന്നെത്തിയതിനു ശേഷം അതറിയാത്ത, അതിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ തോന്നിവാസങ്ങളെ, തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചാ പറയുന്നത്, താങ്കൾ അതിക്രമകാരികളിൽ, അക്രമങ്ങളിൽപ്പെട്ടവനായി പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറയുന്നു. മറ്റൊരായത്തിൽ കാണാം, അങ്ങനെ താങ്കൾ അവരെ പിൻപറ്റുകയാണെങ്കിൽ മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ വാഖ്, താങ്കളെ സംരക്ഷിക്കുന്ന ഒരു രക്ഷാധികാരിയെയും താങ്കൾക്ക് സുരക്ഷയൊരുക്കുന്ന ഒരുത്തനെയും താങ്കൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇസ്ലാമിന്റെ പ്രതാപം വിട്ട് അന്യക്കൂടുകളിലേക്ക് ചേക്കേറുന്നവർക്ക് അല്ലാഹു സംരക്ഷണം കൈയൊഴിഞ്ഞാൽ പിന്നെ ആരാണ് സംരക്ഷണം നൽകുക? ഏതാകാശമാണ് അവർക്ക് തണൽ വിരിക്കുക? ഏത് ഭൂമിയാണ് അവർക്ക് മെത്തയാകുക? ഏത് ഭരണാധികാരിയാണ് അവർക്ക് സുരക്ഷയൊരുക്കുക? അല്ലാഹുവിന്റെ സംരക്ഷണം അവൻ കൈയൊഴിഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ തെളിവ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സദസ്സിൽ വെച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ സാക്ഷാൽ ജൂതൻ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാൻ വേണ്ടി വ്യംഗ്യമായ ഒരു പ്രയോഗം നടത്താറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 104 ആയത്തിൽ അത് വിലക്കി, മുഅ്മിനീങ്ങളെ വിളിച്ചു വിലക്കി. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ജൂതന്മാർ പറയുന്ന റാഇന എന്ന വാക്ക് പറയരുത്. അവർ അത് ദ്വയാർത്ഥം വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് ആ പ്രയോഗം നിങ്ങൾ നടത്തരുത്. വഖൂലു നുർന, നബിയെ ഞങ്ങളെ പരിഗണിക്കണമേ, ഞങ്ങളിലേക്ക് നോക്കേണമേ, ഞങ്ങളെ കേൾക്കണമേ എന്ന ഉൻനുർന എന്ന വാക്ക് നിങ്ങൾ പറയുക. വസ്മഉ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നിങ്ങൾ ഒപ്പിയെടുക്കുക, കേൾക്കുക. വലിൽ കാഫിരീന അദാബുൻ അലീം, ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന കാഫിറുകൾക്ക്
അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കവേ മുഫസ്സിറുകൾ എല്ലാം പറയുന്നു, ജൂത നസാറാക്കൾ, കുഫാറുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർ മാത്രം പ്രത്യേകമായി നടത്തുന്ന പ്രയോഗങ്ങൾ വരെ, വാക്കിൽ അവർ നടത്തുന്ന പ്രയോഗം വരെ കടമെടുക്കാൻ മുസ്ലിമീങ്ങൾക്ക് പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിലക്കുന്നു. അവർ മാത്രം പ്രത്യേകം ഉപയോഗിക്കുന്ന വാക്ക് പോലും മുസ്ലിം നിനക്ക് ഹറാമാണ്. പിന്നെയാണ് അവരുടെ വേഷം, പിന്നെയാണ് അവരുടെ കോലം. ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരുടെ തലമുടി എന്താണ്, അവരുടെ രൂപം എന്താണ്, അവരുടെ വേഷം എന്താണ്? മുസ്ലിമിനോടോ, ഇസ്ലാമിനോടോ, കുഫാറുകളോടോ, ജൂതനോടോ, നസാറാക്കളോടോ ആരോടാണ് അവന്റെ താതാത്മ്യം? ആരോടാണ് അവന്റെ സാദൃശ്യം? മുസ്ലിം പുരുഷന്മാരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅഫുൽ ലിഹാ വഖസ്സു ശവാരിബ് ഖാലിഫുൽ യഹൂദ വന്നസാറ. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ജൂത നസാറാക്കളോട് എതിരാകുവിൻ. നിങ്ങൾ താടിയെ ദേശം വളർത്തുവിൻ, നിങ്ങൾ മീശ വെട്ടുവിൻ. കാരണം മീശ വെട്ടി താടി വളർത്തുന്നവർ അത് മുസ്ലിമീങ്ങൾ മാത്രമാണ്. മീശയിലും താടിയിലും വരെ ജൂത നസാറാക്കളോട് എതിരാകണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന സ്വരത്തിൽ. താടി വടിച്ച് മീശ മാത്രം വെക്കുന്നവർ ജൂതനോടാണ് സാദൃശ്യം. താടിയും മീശയും ഒരുപോലെ വളർത്തുന്നവർ ജൂത നസാറാക്കളോടും കുഫാറുകളോടും മുശ്രിക്കുകളോടുമാണ് സാദൃശ്യം. സഹോദര, അത് കേവലം സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നീ ന്യായം കണ്ടെത്തിയേക്കും. സുന്നത്താണെങ്കിലും താടി വെക്കാത്തൊരു നബിയുണ്ടോ? താടിയും മീശയും അടിച്ച, മീശ മാത്രം വെച്ച് നടന്ന ഒരു നബിയുണ്ടോ? ഒരു റസൂലുണ്ടോ? ഒരു സഹാബിയുണ്ടോ? ഒരു ഇമാമുണ്ടോ? ഇസ്ലാമിന്റെ ഉലമാക്കളുണ്ടോ? പറയൂ, നിങ്ങളുടെ സാദൃശ്യം മുസ്ലിമീങ്ങളോടോ, ഇസ്ലാമിനോടോ, ഇസ്ലാമിന്റെ സംസ്കാരത്തോടോ, ജൂതനോടോ, നസാറാക്കളോടോ, കുഫാറുകളോടോ, മുശ്രിക്കുകളോടോ? നാം സ്വയം ചോദിക്കുക. എന്നിട്ട് ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കാൻ, മുസ്ലിമിന്റെ നാമം ഉച്ചരിക്കാൻ നാം ശ്രമിക്കുക. അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാക്കിൽ പോലും കുഫാറുകളോട് സാദൃശ്യപ്പെടരുത്, അന്യമതസ്ഥരോട് താതാത്മ്യം പുലർത്തരുത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങളിലൂടെ അല്ലാഹു നമ്മെ കേൾപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി തരുന്നു. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.